തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നവജാത ശിശുവിനെ 3 ലക്ഷം രൂപയ്ക്ക് വിറ്റു. കുട്ടിയെ വാങ്ങിയ കരമന സ്വദേശിയിൽ നിന്നാണ് പോലീസ് കുട്ടിയെ വീണ്ടെടുത്തത്. 11 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് വിറ്റത്. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. കുഞ്ഞിന് മതിയായ സംരക്ഷണം ഒരുക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയെ ആദ്യം അവർ പ്രസവിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പ്രസവിച്ചതല്ല എന്നപ്പോ തന്നെ മനസ്സിലായി. ഉടൻ തന്നെ നമ്മള് കുട്ടിയെ എടുത്തു. പിന്നെ ഞങ്ങളുടെ പ്രൊസീജിയർ കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇല്ലീഗലി അഡോപ്ഷൻ ആണെന്നും നന്നായി മനസ്സിലായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കുട്ടിയെ ഏറ്റവും സുരക്ഷിതമായി ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതപ്പോ തന്നെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആളിനെ വിളിച്ച് വന്നു, കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടി അവിടെ നമ്മളുടെ സംരക്ഷണയില് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അഡോപ്ഷൻസ് നടക്കാൻ പാടില്ല. പൊതുജനം അപ്പോ തീർച്ചയായിട്ടും അറിയുക തന്നെ വേണം. ഇത് ഇല്ലീഗൽ അഡോപ്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും മറ്റുള്ളവര് അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം. JJ ആക്ട് പ്രകാരമുള്ള വകുപ്പും ബാക്കി എന്താണ് ഇതിനകത്ത് ഇപ്പൊ ഇല്ലീഗൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷയും എത്ര രൂപയാണോ കോടതി വിധിക്കുന്നത് അത് കോടതിയുടെ നിഗമനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവർക്ക് ഇത്ര വർഷം ഏറ്റവും കുറഞ്ഞത് 3 വർഷം വരെ ഉള്ള ശിക്ഷ തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിലാണ് JJ ആക്ടിന് പ്രകാരം പറഞ്ഞിട്ടുള്ള ശിക്ഷണ നടപടികൾ. വാങ്ങിയവർക്കാണെങ്കിലും അത് തന്നെയാണ്. വിറ്റവർക്ക് അതിനെക്കാട്ടിലും വാങ്ങിയവർക്ക് ഈ സെയിം ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ന്യൂസ് 18ന്റെ വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതിദേവിയും പ്രതികരിച്ചു. തക്കതായ നടപടി സ്വീകരിക്കുമെന്നും സതിദേവി പറഞ്ഞു. പെറ്റ കുഞ്ഞിനോടുള്ള ആ മാതൃത്വത്തിന്റെ മഹനീയമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യബന്ധങ്ങൾ പോലും ഇങ്ങനെ ഈ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്നത്. ഇത് തക്കതായിട്ടുള്ള നടപടി ഈ കുഞ്ഞിനെ വിറ്റ സ്ത്രീക്കും പ്രസവിച്ച ആ സ്ത്രീക്കും അതുപോലെ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആ സ്ത്രീക്കെതിരായിട്ടും തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം. ഇത് ഏത് രീതിയിലാണ് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നല്ല ജാഗ്രതയോടുകൂടി പരിശോധിച്ച് മതിയായിട്ടുള്ള രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ്. കുട്ടിയെ സംരക്ഷിക്കുക എന്ന ചുമതലയാണ് ശിശുക്ഷേമ സമിതിക്കുള്ളതെന്നും അത് കൃത്യമായി നിർവഹിക്കുന്നതായും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് 18നോട് പറഞ്ഞു. നിയമപരമായി അധികാരമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് CWC ആണ്. CWCയും പോലീസുമാണ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കേണ്ടത്. CWC ഉത്തരവ് പ്രകാരം ശിശുക്ഷേമ സമിതി കൈമാറിയിട്ടുണ്ട്. അത് കുട്ടിയുടെ പരിചരണവും ശ്രദ്ധയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരിചരണവും ശ്രദ്ധയും ശിശുക്ഷേമ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഐസ്ക്രീം കഴിച്ച് 12കാരൻ മരിച്ച സംഭവത്തിൽ പിതൃ സഹോദരി താഹിറ അറസ്റ്റിൽ. അരിക്കുളത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായിയാണ് മരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് അരിക്കുളത്ത് ഛർദിയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതൃ സഹോദരി താഹിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരിക്കുളത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്തത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ താഹിറ സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു താഹിറ ഐസ്ക്രീമിൽ വിഷം ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവർ വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് മകൻ ഇത് കഴിക്കുകയായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് 2 കുടുംബവും താമസിക്കുന്നത്. താഹിറ അരിക്കുളത്തെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് വീടിന് സമീപം മുത്താമ്പിയിലെ ക്ലിനിക്കിലും മേപ്പയ്യൂരിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം.
ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം പുനലൂർ വെട്ടിപ്പുഴ പാലത്തിന് സമീപം വീട്ടിനുള്ളിൽ 2 പേരുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. ഒരു മൃതദേഹം ഇന്ദിര എന്നയാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റൊരു മൃതദേഹം പുരുഷന്റേതാണ്. ഇത് ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകമെന്നാണ് സൂചന. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വീടിന് മുറ്റത്ത് ചോര വാർന്നു പോയിരിക്കുന്നതും ചോര പുരണ്ട കല്ലും പോലീസ് കണ്ടെത്തി. കൂടുതൽ തെളിവുകൾക്കായി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആൾ ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആശുപത്രിക്കെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. വ്യാജ ഡോക്ടർ ചമഞ്ഞ് 5 വർഷം ചികിത്സ നടത്തിയ രതീഷ്, ആശുപത്രി ഉടമസ്ഥൻ ഷാഫി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷമീർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് വഴിക്കടവ് നാരോക്കാവിൽ പ്രവർത്തിച്ചിരുന്ന അൽമാസ് ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയിരുന്ന നോർത്ത് പറവൂർ മാവുംചോട് സ്വദേശി തെന്മലശ്ശേരി രതീഷ് പോലീസ് പിടിയിലായത്. പ്രീ ഡിഗ്രിയും മെഡിക്കൽ ഷോപ്പിൽ മരുന്നെടുത്തു കൊടുത്തുള്ള പരിചയവും മാത്രമുള്ള ഇയാൾ ആളുകളെ ചികിത്സിച്ചത് 5 വർഷത്തോളമാണ്. സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് വ്യാജ ഡോക്ടറാണെന്ന് തെളിഞ്ഞതും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതും. ആശുപത്രി ഉടമസ്ഥനായ ഷാഫി ഐലാശ്ശേരി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷമീർ എന്നിവരെയും പോലീസ് പിടികൂടി. ഇവർ അറിഞ്ഞുകൊണ്ടാണ് രതീഷിനെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇദ്ദേഹത്തിന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിചയമുണ്ട്. 10-12 വർഷക്കാലം മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ടുണ്ട്. ആള് പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സാണ് പഠിച്ചിരുന്നത്, ഡിഗ്രിക്കും കൊമേഴ്സാണ് പഠിച്ചിരുന്നത്. ഈ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരു ആളാണ് ഈ ജനങ്ങളെ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണവും ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പരാതികൾ ഉയരാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്താതിരുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. അവ്യക്തമായ സീലാണ് രതീഷ് ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ആൾമാറാട്ടം, തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെ വകുപ്പുകളാണ് വഴിക്കടവ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരുവിധ പരിശോധനയും കൂടാതെ ഇത്രയും കാലം ഈ സംഘത്തിന് എങ്ങനെ തട്ടിപ്പ് നടത്താനായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ വീണ കരടിയുടെ രക്ഷാദൌത്യത്തിൽ ഉദ്യോഗസ്ഥർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട്. ജില്ലാ വനംവകുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിലാണ് പരാമർശം. സമഗ്ര റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം നടപടി തീരുമാനിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട് വനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. വെള്ളത്തിൽ കിടക്കുന്ന വന്യമൃഗത്തെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. എന്നാൽ കിണറ്റിൽ വീണ കരടിയെ പുറത്തെടുത്തതിൽ ഈ നിബന്ധനകൾ പാലിച്ചില്ല എന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ റിപ്പോർട്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തുണ്ടാകണം. എന്നാൽ അതുമുണ്ടായില്ല. വൈൽഡ് ലൈഫ് വാർഡന്റെ നേരിട്ടുള്ള അനുമതി വൈകാൻ സാധ്യതയുള്ളതിനാലാണ് ആശയവിനിമയം നടത്തിയ ശേഷം മയക്കുവെടിവെക്കാൻ തീരുമാനിച്ചതെന്ന് വനം മന്ത്രി അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും മന്ത്രി. ഇത് മനഃപൂർവ്വമുണ്ടായ ഒരു കൊലപാതകമല്ലല്ലോ. മയക്കത്തിനായതിനാൽ കരടിക്ക് മറ്റൊന്നും സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കരടി മരിക്കാനിടയായതെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം. അതിൽ കൃത്യമായ കൃത്യവിലോപമുണ്ടെങ്കിൽ ആ കൃത്യവിലോപത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് വാർഡന്റെയും സംസ്ഥാന വന്യജീവി ബോർഡിന്റെയും അനുമതി തേടിയ ശേഷമാണ് മയക്കുവെടി വെച്ചതെന്ന് റിപ്പോർട്ടിലും പറയുന്നു. സംഭവത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് മുൻഗണന നൽകിയതെന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ചീഫ് വെറ്ററിനറി ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറും റിപ്പോർട്ട് നൽകി. ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിയാൽ ആളപായം ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ താമസം കൂടാതെ സേവനം നൽകി. ഇത്തരം ദൗത്യങ്ങളിൽ സംഭവിക്കാവുന്ന അപ്രതീക്ഷിതവും നിർഭാഗ്യകരവുമായ സാഹചര്യമാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരടി ചത്ത സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് പീപ്പിൾ ഫോർ ആനിമൽ തിരുവനന്തപുരം ചാപ്റ്റർ ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു.
തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23, 24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. കൊല്ലം തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തും നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തും സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള മലബാർ എക്സ്പ്രസ്, ചെന്നൈയിൽ മെയിൽ എന്നിവ കൊച്ചുവേളിയിൽ നിന്നായിരിക്കും സർവീസ് പുറപ്പെടുക. തിരുവനന്തപുരം കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തു നിന്നും കൊച്ചുവേളി നാഗർകോവിൽ സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തു നിന്നും സർവീസ് ആരംഭിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ ജമ്മുകാശ്മീർ. ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. ആക്രമണത്തിൽ പങ്കില്ല എന്ന് ജെയ്ഷെ മുഹമ്മദ് അനുകൂല സംഘടന PAFF വ്യക്തമാക്കി. എന്നാൽ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്നും PAFF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അക്രമം നടത്തിയവരെ കണ്ടെത്താൻ പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാണ്. 6 പേരെ കസ്റ്റഡിയിലെടുത്ത് സുരക്ഷാ സേന ചോദ്യം ചെയ്യുകയാണ്. പൂഞ്ചിലെ വട്ടാദൂരിയൻ നിബിഡ വനമേഖലയിൽ തമ്പടിച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് വാഹനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് ഇന്ധന ടാങ്കിന് നേരെ വെടിവെക്കുകയുമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വനത്തിനുള്ളിലേക്ക് ഭീകരർ മറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഹവിൽദാർ മൻദീപ് സിംഗ്, ലാൻസ് നായിക്മാരായ ദബാശിഷ് ബസ്വാൾ, കുൽവന്ത് സിംഗ്, ശിപായിമാരായ ഹർകിഷൻ സിംഗ്, സേവക് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സൈനികൻ രജൌരിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം പരിശോധന നടത്തി. രജൌരി, പൂഞ്ച് മേഖലയിൽ 7 ലഷ്കർ-ഇ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നുമാണ് സംശയം. അടുത്ത മാസം G20 ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീനഗറിൽ ടൂറിസം സമ്മേളനം നടക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ന്യൂസ് 18 ജമ്മു കാശ്മീർ. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം. കർണാടകത്തിൽ BJPയിലെ ഭിന്നതകളിൽ അനുനയ നീക്കവുമായി പ്രധാനമന്ത്രി. KS ഈശ്വരപ്പ അടക്കം ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. बहुत अच्छा हो गया सर. डेफिनेटली हम जीतेंगे सर. नो प्रॉब्लम सर. डेफिनेटली हम जीतेंगे सर. आपका आशीर्वाद चाहिए सर. सर श्योर श्योर श्योर. धन्यवाद धन्यवाद सर. मेरा जैसे सामान्य कार्यकर्ता को आप ऐसा बातचीत करना हम सबको बहुत खुशी है. കർണാടകത്തിലെ കോലാറിൽ നിന്ന് ER രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ BJPയിലുണ്ടായ പ്രശ്നങ്ങളിൽ ഇപ്പോഴേതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെടുകയാണ്. KS ഈശ്വരപ്പ മുൻ ഉപമുഖ്യമന്ത്രിയാണ്. KS ഈശ്വരപ്പയുമായാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചത്. കാരണം ശിവമോഗ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു KS ഈശ്വരപ്പ. 5 തവണ MLA ആയിട്ടുണ്ട്. മുതിർന്ന നേതാവാണ്. പക്ഷേ ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്ന് KS ഈശ്വരപ്പയെ പാർട്ടി അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താൻ വിരമിക്കുന്നു എന്ന പ്രഖ്യാപനം KS ഈശ്വരപ്പ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും തന്റെ മകൻ KE കാന്തേഷിന് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ KS ഈശ്വരപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചത്. അതായത് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന തലേ ദിവസമായിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടായത്. അതിൽ ഒന്ന് ശിവമോഗയായിരുന്നു. പക്ഷേ KE കാന്തേഷിനല്ല അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കാനുണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും KS ഈശ്വരപ്പയെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചത്. ഏതായാലും KS ഈശ്വരപ്പ മോദി വിളിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ലിംഗായത്ത് വിഷയമാണ്. അതായത് ലിംഗായത്ത് സമുദായത്തിന്റെ 2 പ്രബല നേതാക്കളാണ് ജഗദീഷ് ഷെട്ടറും ഒപ്പം തന്നെ ലക്ഷ്മൺ സവദിയും. അവർ 2 പേരും വിട്ടുപോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയുടെ വസതിയിൽ ലിംഗായത്ത് MLA-മാർ യോഗം ചേർന്നു. ഏതാണ്ട് 40-ലധികം MLA-മാർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ യോഗത്തിൽ ഉയർന്ന പൊതുവികാരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം, അത് ലിംഗായത്ത് സമുദായത്തിനുള്ള നേതാവാകണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഏതായാലും നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. ഇന്ന് ഏതായാലും വൈകിട്ട് അമിത്ഷാ റോഡ് ഷോ ഉണ്ട്. ബംഗളൂരുവിൽ ദേവനഹള്ളിയിലാണ് റോഡ് ഷോ. ആ റോഡ് ഷോയ്ക്ക് ശേഷം ഏതായാലും സംസ്ഥാനത്തെ സാഹചര്യം ഒക്കെ ചർച്ചയ്ക്ക് വരും. ഒപ്പം തന്നെ നിലവിലെ പ്രചാരണ പരിപാടികൾ, പ്രചാരണത്തിൽ പാർട്ടി നിലവിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം തന്നെ ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുവിനെ വാങ്ങിയയാൾ ന്യൂസ് 18നോട്
കുട്ടിയുടെ അമ്മയെ 2 വർഷമായി അറിയാം. ഇരുവരും വീട്ടുജോലിക്ക് പോയിരുന്നവരാണ്. ഇതിനിടെയാണ് പരിചയപ്പെട്ടതെന്നും അവർ പറഞ്ഞു. എനിക്ക് 2 വർഷം കൊണ്ട് അവളെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് 10-25 വർഷം കൊണ്ട് മക്കളില്ലാത്തത് കൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നതാണ്. അല്ലാതെ 2 വർഷം കൊണ്ട്. എനിക്കത് അറിയില്ല. ഉള്ളൂരാണ് അവൾ വാടകയ്ക്ക് താമസിച്ചത്. എനിക്ക് അങ്ങനെ അറിയാവും. ജോലിക്ക് വീട്ടുജോലിക്ക് പോയി പരിചയമാണ്. ഇല്ല, അടുത്തടുത്ത് കണ്ടങ്ങനെ പരിചയമുള്ളത്. പറഞ്ഞപ്പോഴും അവള് പറഞ്ഞ് ചെയ്തു തരാന്ന് പറഞ്ഞു. അവൾക്ക് ഒരു മോനുണ്ട്. തന്നു. 7 മാസമായപ്പോഴാണ് ഞാൻ കണ്ടത്. അതിന് ശേഷമാണ് എനിക്ക് തന്നത്. നിവൃത്തിയൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അങ്ങനെയാണ് അവളെ ഭർത്താവിൻ്റെ ഭീഷണിക്കൊക്കെ ഭയപ്പെട്ടാണ് അവൾ പൈസ എന്നോട് ചോദിച്ചത്. അല്ലാതെ അവൾ വേറെ ഒരു ദുരുദ്ദേശത്തോടെയല്ല തന്നത്. എൻ്റെ ഒരു സഹതാപം കണ്ടാണ് അവൾ തന്നത്. അല്ലാതെ ഒരിക്കലും വേറെ ഒരു ദുരുപയോഗത്തോടെ അവൾ ചെയ്തിട്ടില്ല. അവരെ വീട് ഇവിടെ എനിക്ക് വീടറിയില്ല. ഉള്ളൂർ വെച്ച് എനിക്ക് പരിചയമുള്ളൂ. വേറെ എനിക്ക് വീടെന്നറിയില്ല. ഫോണിൽ കൂടെ വല്ലപ്പോഴും വിളിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. ചികിത്സയ്ക്ക് എല്ലാത്തിനും കൂടെ തന്നെ അങ്ങനെ കൊടുത്തത്. അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ കൊടുത്തില്ല. വി വിനോദ് വിവരങ്ങളുമായി ചേരുമ്പോൾ, വിനോദ്, ഇവർക്ക് നേരത്തെ പരിചയമുണ്ട് എന്ന് പറയുന്നിടത്തുപോലും ഇതൊരു ദത്തെടുക്കലിൻ്റെതായിട്ടുള്ള നടപടികളോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏത് രീതിയിലാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ടുള്ള പരിചയത്തെ അവർ വ്യക്തമാക്കുന്നത്? അപർണ, കരമന നെടുങ്കാട് സ്വദേശി ലാലിയാണ് കുഞ്ഞിനെ ഇങ്ങനെ വാങ്ങിയത്. അവിടെ ലാലി പറയുന്നത് കുട്ടിയുടെ അമ്മ അഞ്ജുവിനെ 2 വർഷമായി അറിയാം. ഇരുവരും വീട്ടുജോലിക്ക് പോകുന്ന ആളുകളാണ്. ഉള്ളൂരിൽ അഞ്ജു വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഈ സമയത്തുള്ള പരിചയമാണ്. 7-ാം മാസത്തിൽ അഞ്ജുവിനെ പിന്നെ കാണുന്നുണ്ട്. ഈ ഗർഭിണിയായ 7-ാം മാസം. അപ്പോൾ തനിക്ക് 20 വർഷത്തിലേറെയായി വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിലേറെയായിട്ടും കുഞ്ഞുങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തനിക്ക് തരുമോ എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. 3 ലക്ഷം രൂപയാണ് ആകെ നൽകിയത്. അക്കാര്യം പൈസ കൊടുത്തു എന്ന കാര്യം ലാലി സമ്മതിക്കുന്നു. അഞ്ജു പണം വാങ്ങിയതാകട്ടെ എന്തെങ്കിലും ദുരുദ്ദേശം കൊണ്ടല്ല, ഭർത്താവിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. ഭർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം അഞ്ജു പണം വാങ്ങി എന്ന കാര്യമാണ് ലാലി പറയുന്നത്. ഏതായിരുന്നാലും CWCയുടെ പ്രവർത്തകരാണ്, ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകരാണ് ആദ്യം ഈ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ കരമന സ്വദേശിയാണിത് ഇങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നതെന്ന കാര്യം പോലീസിന് മനസ്സിലാകുകയും പിന്നീട് ഈ കുട്ടിയെ ഇപ്പോൾ ശിശു സംരക്ഷണ സമിതിയുടെ ഏതായാലും തിരുവനന്തപുരം തിരികെ എത്താം. വിനോദിലേക്ക്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുവിനെ വാങ്ങിയ സ്ത്രീയുടെ പ്രതികരണമാണ്, ന്യൂസ് 8നോട് നടത്തിയ പ്രതികരണമാണ് കേട്ടത്. കുട്ടിയുടെ അമ്മയെ 2 വർഷമായി അറിയാമെന്ന് അവർ പറയുന്നു. അവർ രണ്ടുപേരും വീട്ടുജോലിക്ക് പോയിരുന്നവരാണ്. അങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് പറയുന്നു. ആ രീതിയിലാണ് താൻ 20 വർഷമായി തനിക്ക് കുട്ടികളില്ലാതിരുന്നതാണ്, അങ്ങനെ തനിക്ക് കുട്ടിയെ തരാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ചികിത്സയ്ക്കായാണ് താൻ പണം നൽകിയത് എന്നും പറയുന്നു. വീണ്ടും വിനോദിലേക്ക്. വിനോദ്, പണം നൽകിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ഇതിനകത്ത് ചെയ്യുന്നു. കൂടുതൽ വിഷയങ്ങളിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിലെ ഒരു അജ്ഞതയാണ് കാണുന്നത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഇത് മതിയാകില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിൽ കൂടുതൽ സമ്മതത്തിലേക്ക്, കൂടുതൽ കാര്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിലുള്ള സമ്മതത്തിലേക്ക് കൂടി ഈ പ്രസ്താവനകൾ പോകുന്നു എന്നാണോ? അപർണ, ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഇക്കാര്യത്തിൽ ഇനി സർക്കാരിൻ്റെ നിലപാടാണ്. ഇപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. അതിൽ വരുന്ന നടപടി പോലെ ഇരിക്കും ഇനി കാര്യങ്ങൾ. കാരണം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാങ്ങിയ ആൾ പറയുന്ന ഒരു വിശദീകരണവും മൊഴിയുമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. കാരണം ഇപ്പോൾ വാങ്ങിയ ആൾ വ്യക്തമാക്കുന്നത് തനിക്ക് ദീർഘനാളായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. കാരണം ഈ വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിലേറെയായി. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. താനും ഈ കുഞ്ഞിനെ വിറ്റ ആളും വീട്ടുജോലിക്ക് പോയിരുന്നവരാണ്. ഒരേ സമയത്ത് ഉള്ളൂർ ഭാഗത്തും മറ്റിടങ്ങളിലുമൊക്കെയും വെച്ച് പരിചയമുണ്ട്. ഉള്ളൂരിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ താമസിച്ചിരുന്നത്, വാടകയ്ക്ക് താമസിച്ചിരുന്നത്. 7 മാസത്തിൽ
കുട്ടിയെ തനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. ഗർഭിണിയായിരുന്ന സമയത്താണ്. അപ്പോൾ കുട്ടിയെ നൽകാമെന്ന ഉറപ്പ് കുഞ്ഞിൻ്റെ അമ്മ നൽകുകയും ചെയ്തു. പിന്നീടാണ് ഈ 3 ലക്ഷം രൂപയുടെ ഇടപാട് വരുന്നത്. ആദ്യം തന്നെ പണം നൽകി, അതായത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, 52,000 രൂപ ആദ്യഘട്ടത്തിൽ നൽകുന്നു, ഈ പ്രസവത്തിന് മുൻപ് തന്നെ നൽകുന്നു. അതിനുശേഷമാണ് ബാക്കി തുക നൽകിയത്, ആകെ 3 ലക്ഷം രൂപ. അക്കാര്യം ഈ കുഞ്ഞിനെ വാങ്ങിയ ആളും സമ്മതിക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പണം വാങ്ങിയതല്ല, അവരുടെ ഭർത്താവിൻ്റെ ഭീഷണി കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മ പണം വാങ്ങി എന്ന കാര്യമാണ് പറയുന്നത്. അവർക്ക് സാമ്പത്തികമായ പ്രയാസം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്ന് കൂടി ഇപ്പോൾ വാങ്ങിയയാൾ പറയുന്നു. ഇതെല്ലാം ഇവരുടെ മൊഴിയാണ്. ഇനി പോലീസാണ് കൃത്യമായി അന്വേഷിക്കേണ്ടത്. CWCയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനുശേഷം ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നിയമപരമായ നടപടികൾ അതിനുശേഷമായിരിക്കും. ഏതായിരുന്നാലും ഇവർക്ക് തന്നെ തിരികെ കുഞ്ഞിനെ ദത്ത് നൽകില്ല എന്ന കാര്യം CWC ചെയർപേഴ്സൺ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞിനെ ഇങ്ങനെ വിൽപ്പന നടത്തി പണം വാങ്ങി നൽകി എന്നതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്കെതിരെയുള്ള നടപടി ഉണ്ടാകും. ഇതിൽ മാതാവ് അറിഞ്ഞിരുന്നു എന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ സന്നദ്ധയായി എന്നത് തന്നെയാണ്. പക്ഷേ അവിടെ ഉയരുന്ന പ്രശ്നം നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെ ഇത്തരമൊരു കൈമാറ്റത്തിലേക്ക് കുഞ്ഞിനെ കൈമാറുന്ന നടപടിയിലേക്ക് പോയി എന്നത് തന്നെയാണ് അവിടെ നിയമപ്രശ്നമായി നിലനിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. വിനോദ് ആണ് വിവരങ്ങൾ നൽകിയത്. നവജാത ശിശുവിനെ വാങ്ങിയ സ്ത്രീയുടെ പ്രതികരണമായിരുന്നു, ന്യൂസ് 18 നടത്തിയ പ്രതികരണമായിരുന്നു നേരത്തെ കേട്ടത്. സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക്. കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ അടുത്ത മാസം ആദ്യം മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലേക്ക് പുറപ്പെടും. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള സഭയിലെ വിവിധ വിഷയങ്ങൾ മാർപ്പാപ്പയെ ബോധിപ്പിക്കും. കർദിനാളിനെ ഭൂമി ഇടപാട് കേസിൽ സഭാ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ടോം, രാഷ്ട്രീയപരമായിട്ടും സഭയുടെ നീക്കങ്ങൾ, പ്രസ്താവനകളെല്ലാം വാർത്തകളിലും വിവാദത്തിലേക്കും കടക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം നിർണായകമാകുന്നു വത്തിക്കാനിലേക്കുള്ള യാത്ര. അപർണ, കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയെ വത്തിക്കാനിലെ പരമോന്നത കോടതി കുറ്റവിമുക്തനാക്കിയത്, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ ഒരു നിർണായക നീക്കം ഉണ്ടാകുന്നത്. അതായത് അടുത്ത മാസം ആദ്യം സഭയുടെ സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി വത്തിക്കാനിലേക്ക് പുറപ്പെടും. മാർപ്പാപ്പയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന വിഷയം സീറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കൽ പദവി വേണമെന്ന ആവശ്യമാണ്. അത് 2017 വത്തിക്കാന് മുന്നിൽ, മാർപ്പാപ്പയ്ക്ക് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അതിനുശേഷമാണ് സീറോ മലബാർ സഭയിലെ ഭൂമി ഇടപാട് വിവാദം ഉരുത്തിരിയുന്നത്. അതിന് പിന്നാലെ ആ പാത്രിയാർക്കൽ പദവി നീക്കത്തിന് അത് ചെറിയ തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിൽ, സഭാ കോടതി കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ വീണ്ടും ആ ഒരു ആവശ്യം, പാത്രിയാർക്കൽ പദവി എന്ന ആവശ്യം ഉയർത്തും. അതോടൊപ്പം അങ്ങനെ അക്കാര്യത്തിൽ മാർപ്പാപ്പ ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായും കർദിനാൾ പാത്രിയാർക്കൽ പദവിയിലേക്ക് ഉയരുകയും ചെയ്യും. മാത്രമല്ല അടുത്ത വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രഖ്യാപനം, അതായത് സഭയുടെ പാത്രിയാർക്കൽ പദവി പ്രഖ്യാപനം ഉണ്ടാകണമെന്ന ആവശ്യമാണ്, ആ ഒരു പ്രതീക്ഷയാണ് സഭയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഇടപാട് വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യം, അതൊക്കെ എന്തൊക്കെ വേണമെന്ന കാര്യവും സഭാ നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, എറണാകുളം അങ്കമാലി അതിരൂപത ഇതുവരെയും സഭാ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിനുവേണ്ടി നടപ്പാക്കുന്നതിന് വേണ്ടി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ആൻഡ്രൂസ് താഴത്തിനെ നിയമിച്ചെങ്കിലും അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ അംഗീകരിക്കാനും ഈ വൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തീരുമാനം അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ. അങ്ങനെയെങ്കിൽ ഒരു കടുത്ത നടപടി വേണമോ, അതോ ഈ വിഷയത്തെ, അതായത് ഈ കുർബാന വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഈ പെർമനന്റ് സിനഡ് മാർപ്പാപ്പയെ കാര്യങ്ങൾ ബോധിപ്പിക്കും. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പെർമനന്റ് സിനഡ് വത്തിക്കാനിൽ തന്നെ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സഭ ഏറെ നിർണായകമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചാണ്. ഈ ആസ്ഥാനം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും, പല നിർണായകമായ വിഷയങ്ങളും സഭാ നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും എന്നത് അത് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക. ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഇളക്കിമറിച്ചു. അവസരം മുതലെടുത്ത് ആർച്ച് ബിഷപ്പിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖപത്രമായ കത്തോലിക്ക സഭയിലെ വിമർശനം. ബിഷപ്പിന്റെ പ്രസ്താവന BJPക്ക് അനുകൂലമാണെന്ന് വ്യാഖ്യാനിച്ച് BJP വിരുദ്ധരും സന്തോഷിച്ച് BJP അനുകൂലരും വിവാദം കൊഴുപ്പിച്ചു. ബിഷപ്പ് പറഞ്ഞ വിഷയത്തിലെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയേക്കാൾ രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള വിവാദമാണ് അരങ്ങേറിയത്. ബിഷപ്പിന്റെ പ്രസ്താവന അനങ്ങാപ്പാറ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയായെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു.
കേന്ദ്ര സർക്കാരിനും റബ്ബർ ബോർഡിനുമെതിരെ കത്തോലിക്ക സഭയുടെ കർഷക സംഘടനയായ ഇൻഫ. കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ കുറ്റപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കുന്നതിൽ റബ്ബർ ബോർഡ് പരാജയമാണെന്നും ഇൻഫ ആരോപിച്ചു. കർഷകരുടെ ഭാഗത്തു നിന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുവാൻ ഒരു ശ്രമം പോലും കേന്ദ്ര സർക്കാരോ റബ്ബർ ബോർഡോ ഉണ്ടായിട്ടില്ല. റബ്ബർ ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാണിജ്യ മന്ത്രാലയത്തിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്കാർക്ക് വേണ്ടി അല്ല റബ്ബർ ബോർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2009 ശേഷം ഈ ഒപ്പിട്ട ആസിയാൻ കരാറിന് ശേഷം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അന്ന് നടത്തിയ ആ ശ്രമങ്ങളൊന്നും ഇന്ന് കേന്ദ്ര സർക്കാരോ അതുപോലെ തന്നെ കേരളത്തിലുള്ള MP-മാരുടെ ഇടപെടലോ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഡൽഹിയിലെ സാകേത് കോടതി വളപ്പിൽ വെടിവെപ്പ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അഭിഭാഷകനാണ് വെടിയുതിർത്തതെന്നാണ് വിവരം. ചേംബറിനുള്ളിൽ ഇയാൾ 4 റൗണ്ട് വെടിയുതിർത്തു. അഭിഭാഷകന്റെ വേഷത്തിലാണ് അക്രമി എത്തിയത്. ഒരു സ്ത്രീക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ഇവരെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനകപുരയിൽ കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ പരാജയപ്പെടുത്തുമെന്ന് മന്ത്രി R അശോക ന്യൂസ് 18നോട്. ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. DK ശിവകുമാറിന്റെയും സഹോദരന്റെയും തന്ത്രങ്ങൾ തനിക്ക് നന്നായി അറിയാം. കർണാടകത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരും. മോദിയും അമിത്ഷായും എത്തുന്നതോടെ BJPക്ക് ജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും R അശോക പറഞ്ഞു. ജഗദീഷ് ഷെട്ടറും സവദിയും പോയതുകൊണ്ട് BJPക്ക് ഒന്നും സംഭവിക്കില്ല. ഷെട്ടറും സവദിയും നേതാക്കളല്ല എന്നും പാർട്ടി പ്രവർത്തകനാണ് നേതാക്കളെന്നും R അശോക ന്യൂസ് 18നോട് പ്രതികരിച്ചു. കർണാടകത്തിൽ തീപ്പാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കനകപുര. PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ എതിരിടുന്നത് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിൽ റവന്യൂ മന്ത്രിയുമായ R അശോകയാണ്. R അശോക ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. സർ, ഹൗ മച്ച് കോൺഫിഡന്റ് യു ആർ ആൻഡ് ഹൗ മെനി സീറ്റ്സ് BJP is expecting? BJP central leader Modi ji has given a task to me to contest 2 places. One is my Padmanabh Nagar and another one Kanakpura. Kanakpura is sitting MLA and President of Congress Party, Mr. DK Shivkumar. It's a challenge. So I taken the challenge to contest in Kanakpura also. So I done nomination also Kanakpura. So I have a full of hope to the people of Kanakpura will vote for BJP. They want change. They want Modi government in Kanakpura. That's why they will vote for the BJP. I am fully confident. What's your strategy for Kanakpura? Because it's DK's stronghold. Yeah, I know DK Shivkumar. I know more than 20 years. That's why the party has given ticket to me. The first day I went to the nomination, thousands of people gathered there. Last time we got only 6,000 vote, no deposit for BJP. That's why the party taken decision to contest in Kanakpura. I taken a challenge. I will contest. I will win. I know the strategy of DK Shivkumar and DK Suresh. So I will fight against these 2 brothers. How many seats BJP is expecting? In Karnataka, we will get the majority. We are planning 130 to 140. So I think tomorrow onwards, the central leaders will coming to Karnataka. So Amit Shah, Modi, and all our leaders, one by one, they will come. Automatically, they have a capacity to rise the BJP seats in Karnataka. Wherever Modi ji went to campaign, there is a win. Wherever Rahul Gandhi went, there is a lose of Congress party. Many leaders, including Jagdish Shettar and Lakshman Sawdi, recently quit BJP and joined Congress. Is this a setback for BJP? The BJP is a cadre party. There is no leader. Jagdish Shettar is not a leader. Lakshman Sawdi is not a leader. So the leader is party worker. The cadre party is not just like a Congress party or Janata Dal or any BSP. Not. This is a cadre party. Cadre is the leader here. No leader in BJP. That's why there is no impact on BJP
Mr. Jagdish Shettar or Lakshman Saudhi. Thank you. കർണാടകത്തിൽ ഇത്തവണ BJP അധികാരം നിലനിർത്തും, ഒപ്പം തന്നെ കനകപുര പിടിച്ചെടുക്കും എന്നാണ് ആർ അശോക് ഇപ്പോൾ ന്യൂസ് 8 വ്യക്തമാക്കിയത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. വീണ്ടും ഇടവേള. സംഘർഷഭരിതമായ സുഡാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അർദ്ധസൈനിക വിഭാഗമായ RSF. ഐക്യരാഷ്ട്ര സംഘടനയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈദുൽ ഫിത്തർ പ്രമാണിച്ചാണ് വെടിനിർത്തൽ. എന്നാൽ സുഡാൻ സേന വെടിനിർത്തൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും വെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സുഡാനിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സുഡാനിൽ 400 പേർ കൊല്ലപ്പെടുകയും 3500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. സുഡാനിൽ നിന്നുള്ള വിവരങ്ങളുമായി മലയാളി ബ്ലോഗർ മാഹിൻ ന്യൂസ് 8നോട് സംസാരിച്ചു. റിപ്പോർട്ടിലേക്ക്. തീർച്ചയായിട്ടും നമുക്കിത് ഒരു രീതിയിലും ഇത് പൂർണ്ണമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല, ഈ ഒരു വെടിനിർത്തൽ. കാരണം ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് തന്നെ ബോംബിങ്ങിന്റെ സൗണ്ടും ഇവിടെ വെടിവെച്ചകളുടെ സൗണ്ട് എല്ലാം രാവിലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രമാണിച്ച് അവര് നിർത്തൂന്ന് RSF പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ഫോർമൽ ആർമി ആയിട്ടുള്ള അവര് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് യുദ്ധം മറ്റുള്ള RSFനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പൊ പലയിടങ്ങളിലും എനിക്ക് ഇത്രയും ദിവസം, ഇന്ന് 7ാമത്തെ ദിവസമാണ്, 6 ദിവസം വരെ വൈദ്യുതിയോ വെള്ളമോ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ വൈദ്യുതിയും വെള്ളവും കിട്ടി. അപ്പൊ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. പിന്നീട് അടച്ച് കിടന്ന കടകളൊക്കെ ഇന്ന് ഈദ് പ്രമാണിച്ച് പല ഇടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ കടകൾ തുറന്നു. പല ഇടങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ എത്തിച്ച് മറ്റുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആശ്വാസകരമാണ്. പിന്നെ ഈദായതുകൊണ്ട് വെടിനിർത്തൽ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇവിടെ വെടിവെച്ചകളും ബോംബിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഇവിടുത്തെ ഇന്ത്യൻ എംബസി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം 2ാമത്തെ ഗ്രൂപ്പിൽ തന്നെ 1500ഓളം പേരെന്തോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റു മലയാളികൾ അറിയാവുന്ന കുറച്ച്, ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറച്ച് മലയാളികളുണ്ട്. അപ്പൊ അവരെല്ലാം സുരക്ഷിതമാണ്. പക്ഷെ എന്നാലും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമോ അങ്ങനെ ഒന്നും തന്നെ വലുതായിട്ടൊന്നും ഇല്ല. റംദാൻ വിശേഷങ്ങൾ. ചെറിയ പെരുന്നാളിന് മൊഞ്ചത്തിമാരാകാൻ ഓർഗാനിക് മൈലാഞ്ചി. കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്നിലെ സഹോദരിമാരായ മഞ്ഞപ്പാറയ്ക്കൽ സ്വാലിഹയും തസ്ലീനയുമാണ് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് സ്വദേശികളായ മഞ്ഞപ്പാറയ്ക്കൽ ഫൈസലിന്റെ ഭാര്യ സ്വാലിഹയും സഹോദരൻ നൌഫലിന്റെ ഭാര്യ തസ്ലീനയുമാണ് പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത്. 6 മാസം മുമ്പാണ് ഇവർ മൈലാഞ്ചി നിർമ്മാണം ആരംഭിച്ചത്. ആദ്യമൊക്കെ സ്വയം ഉപയോഗിക്കാനായിരുന്നു മൈലാഞ്ചി നിർമ്മാണം. പിന്നീട് ഓർഗാനിക് മൈലാഞ്ചിക്ക് ആവശ്യക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ സെറ എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുകയായിരുന്നു. നഖത്തിലിടാനും കയ്യിലിടാനുമുള്ള 2 ഇനം മൈലാഞ്ചികളാണ് ഇവർ നിർമ്മിക്കുന്നത്. മുക്കം, താമരശ്ശേരി, ഈങ്ങാപ്പുഴ, കൂടരഞ്ഞി എന്നീ അങ്ങാടികളിലെ കടകളിലും സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തി ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയച്ചും ഹോം ഡെലിവറി നടത്തിയുമാണ് വിൽപ്പന. 100% ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൈലാഞ്ചിക്ക് ആവശ്യക്കാരുമേറെയാണ്. ഞങ്ങളുടെ മൈലാഞ്ചി സെറ മെഹന്തി, അത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ 100% നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഞങ്ങളും കുട്ടികൾക്കും ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് വിപണിയിൽ എത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇടാം. വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വാലിഹയും തസ്ലീനയും ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. ചെറിയ തോതിൽ ആരംഭിച്ച സംരംഭത്തിൽ നിന്നും മോശമില്ലാത്ത വരുമാനം കിട്ടിവരുന്നുണ്ട്. മൈലാഞ്ചി നിർമ്മാണവും വിപണനവും വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണിവർ. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിരുന്ന് മൈലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വിപണിയിൽ ഇറക്കാന്നുള്ളൊരു ആശയം രണ്ടാൾക്കും തോന്നി. രണ്ടാളും കൂടെ റിസ്ക് എടുത്ത് അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല, പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഉയരത്തിലെത്തുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. മൈലാഞ്ചി നിർമ്മാണത്തിന് പുറമെ കല്യാണ വീടുകളിലും മറ്റുമെത്തി മൈലാഞ്ചി ഇട്ട് നൽകിയും വരുമാനം കണ്ടെത്തുന്നുണ്ട് സ്വാലിഹയും തസ്ലീനയും. ന്യൂസ് 18 മുക്കം.
വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനവികതയുടെ ഉന്നതമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച് സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുകയുള്ളൂ. ആ വെളിച്ചം ഈ ലോകത്തെ പ്രകാശപൂർണമാക്കട്ടെ. നന്മയും ഒരുമയും പുലരുന്ന ലോകം നമുക്കൊരുമിച്ച് പടുത്തുയർത്താം. ഏവർക്കും ഹൃദയപൂർവ്വം ചെറിയ പെരുന്നാൾ ആശംസകൾ. റമദാനിൽ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കി മലപ്പുറം ചോക്കാട് മമ്പാട്ടുമൂല പാറൽ അയ്യപ്പക്ഷേത്ര ഭാരവാഹികൾ. ജാതിമത വ്യത്യാസമില്ലാതെ 500 പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി ഇഫ്താർ സംഗമം നടത്തിയാണ് ക്ഷേത്ര ഭാരവാഹികൾ മാതൃകയായി. ക്ഷേത്രത്തിനും പള്ളിക്കും മദ്രസയ്ക്കും ഒറ്റ മതിലാണിവിടെ. ഇവിടുത്തുകാർ ഓണവും പെരുന്നാളും നബിദിനവും ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നതും ഒരുമിച്ച് തന്നെ. ഭാവി തലമുറയ്ക്ക് മാതൃകയാവുക, അകന്നുപോകുന്ന മനസ്സുകളെ അടുപ്പിക്കുക എന്നിവയാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഇഫ്താർ വിരുന്നിലൂടെ ലക്ഷ്യമിട്ടത്. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ വെച്ചിട്ട് അവർക്കും ഈ നോമ്പ് കാലത്ത് ഈ പുണ്യ റംദാൻ മാസത്തിൽ അവർക്കും നല്ലൊരു ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഈ നാട്ടിൽ ഞങ്ങളുടെ ഐക്യം, എന്ത് പരിപാടി ഇവിടെ തൊട്ടടുത്ത് പള്ളിയും മദ്രസുമാണ്, അവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയെയും ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ച് അവിടെ ഒരുമിച്ചാണ് ഞങ്ങൾ കൂടാറ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെയുള്ള എല്ലാ മദ്രസിൻ്റെയും പള്ളിയുടെയും ആളുകളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോര്. ഇഫ്താറിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ഷേത്രോത്സവത്തിലും എല്ലാ വിഭാഗക്കാരും ഇവിടെ സജീവമായിരുന്നു. പള്ളിയിലെ ഇമാമും മദ്രസ ജീവനക്കാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. പുരുഷ സഹായമില്ലാതെ സ്ത്രീകൾ ഹജ്ജിന് പോകുന്നതിൽ മുൻപന്തിയിൽ കേരളം. ഇത്തവണ രാജ്യത്ത് പുരുഷ മെഹറമില്ലാതെ ഹജ്ജിന് പോകുന്ന 4000 സ്ത്രീകളിൽ 2800 പേരും കേരളത്തിൽ നിന്ന്. പുരുഷന്മാരുടെ സഹായമില്ലാതെ 45 വയസ്സ് മുതലുള്ള 4313 സ്ത്രീകൾ ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ട്. ഇതിൽ 2807 പേരും കേരളത്തിലെ വനിതകളാണ്. ഭർത്താവോ രക്തബന്ധത്തിൽ വരുന്നവരോ ആയ പുരുഷന്മാരുടെ സഹായത്തോടെയാണ് സാധാരണയായി സ്ത്രീകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ യാത്ര തിരിക്കാറ്. എന്നാൽ പുരുഷ സഹായമില്ലാതെ ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കേരളത്തിൽ ഇപ്പോൾ റെക്കോർഡിലെത്തിയിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെയാണ് ഹജ്ജിന് തിരഞ്ഞെടുക്കുക. എന്നാൽ പുരുഷ മെഹറമില്ലാത്ത വനിതകളെല്ലാം നറുക്കെടുപ്പ് ഒഴിവാക്കി ഹജ്ജിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിലെ മുന്നേറ്റമായി ഇത് കാണേണ്ടതുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി. സാക്ഷരതാ നിരക്ക് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അപ്പോൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനും മറ്റുള്ളവരെ അവലംബിക്കാതെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി അവർ നേടിയെടുത്തത് കൊണ്ടായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉണ്ടാവാനുള്ള കാരണം. 2018 1171 സ്ത്രീകൾ മെഹറമില്ലാതെ യാത്ര ചെയ്തിരുന്നു. 2019 2230 ഇത് വർദ്ധിച്ചു. മെഹറമില്ലാതെ ഹജ്ജ് യാത്രയ്ക്ക് സൗദി സർക്കാർ ഇളവ് നൽകിയതോടെയാണ് കേന്ദ്ര സർക്കാരും നയത്തിൽ മാറ്റം വരുത്തിയത്. 1,40,000 പേരാണ് രാജ്യത്ത് നിന്ന് ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ഇതിൽ 65,000 പേരും വനിതകളാണ്. ന്യൂസ് 18 കോഴിക്കോട്. വീണ്ടും ഇടവേള. ഇനി കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. വികസിത ഇന്ത്യക്കായുള്ള സാധാരണക്കാരുടെ അഭിലാഷങ്ങളെ സർക്കാർ സംവിധാനം പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഓരോ സർക്കാർ ജീവനക്കാരനും സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തെ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് മാനദണ്ഡം കൊണ്ടുവരണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വിശദമായി വാദം കേൾക്കും. ജസ്റ്റിസുമാരായ അജയ് റസ്തോഗി, ബേല എം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ തട്ടിപ്പ്. വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നു എന്ന പേരിലാണ് തട്ടിപ്പ്. ലിങ്ക് വ്യാജമാണെന്നും പോലീസിൽ പരാതി നൽകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ്. തിരുവനന്തപുരം നഗരസഭയിലെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് CPM തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C. ജയൻ ബാബു, S. പുഷ്പലത എന്നിവരാണ് അന്വേഷണ കമ്മീഷൻ. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ അധിക്ഷേപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റേത് വഷളത്തരം നിറഞ്ഞ വാക്കുകളെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. സുരേന്ദ്രന്റെ ഒരു സർട്ടിഫിക്കറ്റും ഡിവൈഎഫ്ഐക്ക് ആവശ്യമില്ലെന്നും VK സനോജ്.
സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറകളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ കണക്കെടുപ്പ് തിങ്കളാഴ്ച ആരംഭിക്കും. ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് നോട്ടീസ് അയക്കുന്നതടക്കം വൈകാൻ കാരണം. പോക്സോ കേസിൽ വൈദികൻ അറസ്റ്റിൽ. 16-കാരിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ച കേസിൽ കവളങ്ങാട് മാർ ഗ്രിഗോറിയോസ് പള്ളിയിലെ വൈദികൻ സിമയോണാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈൻ നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. വൈക്കത്ത് മാസം തികയാതെ പ്രസവിച്ച ഭ്രൂണം കുഴിച്ചിട്ട സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഗർഭം അലസിപ്പോയതാകാമെന്ന വിലയിരുത്തലാണ് പോലീസ് നടത്തുന്നത്. അമരവിള മാഞ്ചാങ്കുഴി ഗണപതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ആൻസലൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. പൂർണ്ണമാകുന്നു 5 മണി വാർത്ത. നമസ്കാരം.